ആദ്യം നമുക്ക് ഇഡ്ഡലിയുടെ മാവ് റെഡിയാക്കാം. അതിന് 2 ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായി കഴുകി 4-5 മണിക്കൂർ കുതിർത്തെടുക്കുക. പിന്നീട് 2 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നെടുത്ത് കഴുകി കുതിർത്തെടുക്കുക. ആ കുതിർത്ത വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ആവശ്യമാണ്. കുറച്ച് ഉലുവയും കുതിർത്തെടുക്കണം. പിന്നീട് ഈ ഉലുവയും ഉഴുന്നും നന്നായി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മാവാണിത്. ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ പച്ചരിയും അടിച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഇഡ്ഡലിയല്ല. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാനുള്ളതല്ലേ. മാവ് ലൂസായി പോകരുതല്ലോ. നമുക്ക് മുഴുവൻ പച്ചരിയും അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം നന്നായി കൈകൊണ്ട് കുഴച്ച ശേഷം നമുക്കതൊരു 13 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് തലേന്നാണ് അടിച്ചെടുത്തത്. ഇനി രാവിലെ ചുടാൻ വേണ്ടി എടുക്കും. മൂടി വയ്ക്കാം. രാവിലെ മൂടി തുറന്ന് കുറച്ച് ഉപ്പിട്ട് നമുക്കത് ഇളക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടാം. എണ്ണ പുരട്ടിയതിന് ശേഷം ഈ തട്ടിലൊക്കെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം ഈ ഇഡ്ഡലിത്തട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഇഡ്ഡലിത്തട്ട് ചെമ്പിൽ ഇറക്കി വെച്ച ശേഷം നമുക്ക് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റൗവിൽ കിടന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിന് അരമുറി തേങ്ങ ചിരകിയത്, പിന്നീട് അതിലേക്ക് കുറച്ച് ഉള്ളി, ഒരു 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, ചുടുവെള്ളം തണുത്തത് ഒഴിക്കുകയാണ് ഞാൻ. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ ചട്നി തിളപ്പിക്കുന്നില്ല. വറവ് നമ്മൾ ചട്നിയിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. പുളി വേണ്ടവർക്ക് കുറച്ച് പുളി എടുക്കുക, അല്ലെങ്കിൽ തൈരോ ഒഴിക്കുക. പക്ഷെ ഞാൻ പുളിയും തൈരും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട ശേഷം കുറച്ച് കറിവേപ്പില, ഉള്ളി അരിഞ്ഞത്, ഉള്ളി നമുക്ക് മൂപ്പിച്ചെടുക്കാം. 2 വറ്റൽമുളക്, ഉള്ളി മൂത്തതിന് ശേഷം നമുക്കത് ചട്നിയിലോട്ട് ഒഴിക്കാം. നമ്മുടെ ചട്നി റെഡിയായി. ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല. വേണ്ടവർക്ക് വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം. നമ്മുടെ ഇഡ്ഡലി വെന്ത് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് നേരം തണയാൻ വേണ്ടി വയ്ക്കാം. തണഞ്ഞതിന് ശേഷം നമുക്കത് ഓരോന്നായി എടുക്കാം. അത് നല്ല പതമുള്ള ഇഡ്ഡലിയാണ്. നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും ഇവിടെ റെഡിയായി.